ഹായ് ഓരോ ടേമിലും നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും നമ്മുടെ സീമിയർ റിമീസ് ക്ലാസ്സസ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ തവണ നമ്മൾ കൊണ്ടുവരുന്നത് സീമിയർ റിമീസ് ക്ലാസ്സസ് ഇൻട്രൊഡ്യൂസ് പ്രൈം 10 ബാച്ച്. മറ്റൊന്നുമല്ല, നമ്മുടെ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ 10 ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ പറയാം. അതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുക, അതിനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുക. കാരണം നമ്മുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് CMAക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ് അല്ലേ. അങ്ങനെ ലൈഫിൽ നമ്മൾ പലതരം ഡിസിഷൻസ് എടുക്കാറുണ്ട്. ഒരു ഒറ്റ ഡിസിഷൻ മാത്രമൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന് നിർണ്ണയിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ. എന്നാൽ പല ഡിസിഷൻസിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഡിസിഷനാണ് നിങ്ങൾ CMAക്ക് ജോയിൻ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു റെക്കോർഡ് ക്ലാസ്സിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് അത് തന്നെയാണ് നോക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ട് ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് പഠിച്ചിട്ടുണ്ടാവും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം. എന്നാലും ഞാൻ പറയുന്ന വീഡിയോ ഒന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക. അതല്ല, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പഠിച്ചതിൽ പോരായ്മയുണ്ട്, ഒരു പുക പോലെ, എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ആയിട്ടില്ല, എന്തൊക്കെയോ എവിടേക്കോ മിസ്സിംഗ് ഉണ്ട്, അതേപോലെ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന എക്സാം എഴുതാൻ പറ്റുന്ന പാകത്തിലേക്കുള്ള നോളജ് ഒന്നും നിങ്ങൾക്ക് ആയിട്ടില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യണം. അത് നമ്മളത് തന്നെ പർച്ചേസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ആരത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ സമയം വേണ്ടി വരും. നമ്മളതിൽ റിസർച്ച് നടത്തി യൂട്യൂബിൽ പോയിട്ട് ആ ടോപ്പിക്കിൻ്റെ വീഡിയോ കണ്ട് അത് കംപ്ലീറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മലയാളത്തിൽ ഉണ്ടാവില്ല, മറ്റേതെങ്കിലും ഭാഷയിലൊക്കെ കണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമ്മൾ അവർ പറയുന്ന ഒരു ഐഡിയയിലല്ല, കോൺസെപ്റ്റിലായിരിക്കില്ല നമ്മൾ കേൾക്കുന്നുണ്ടാവും. അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. എന്തായാലും കുറേ സമയം നമുക്ക് എടുക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ മെറ്റീരിയലിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ തെറ്റുകളുണ്ട്. ഇതൊന്നും ഒരു നല്ല ഫാക്കൽറ്റിയുടെ സഹായത്തോടു കൂടി അല്ല നിങ്ങൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, പ്രശ്നത്തിൽ പോയിട്ട് ചാടാൻ വേണ്ടി എന്താ പറയുക, ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഇപ്പം പല വിധത്തിൽ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു റെക്കോർഡ് ക്ലാസ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ തന്നെയാണ്. കാരണം നമുക്ക് പല രീതിയിൽ ഡിസിഷൻസ് എടുക്കാം. ഇപ്പോൾ ചീപ്പ് കോസ്റ്റിലുള്ള ഒരു റെക്കോർഡ് ക്ലാസ് അല്ലേ, ശ്രദ്ധിക്കുക. എന്താ പറയുക, സ്ക്രോൾ ചെയ്യുന്നതൊക്കെ നിർത്തുക, ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് കേൾക്കുക. കാരണം ഞാൻ പറഞ്ഞു, നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ്. ഈ ഒരു 10-20 മിനിറ്റുള്ള വീഡിയോ കാണുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടവും വരില്ല, ശ്രദ്ധിക്കുക. അപ്പം പറഞ്ഞു വെച്ചത്, ഇപ്പോൾ ഏറ്റവും ചീപ്പ് കോസ്റ്റിലുള്ള ഒരു എന്താ പറയുക ഫാക്കൽറ്റിയുടെ ഒരു റെക്കോർഡ് ക്ലാസ് ഉണ്ട് എന്ന് വിചാരിക്കാം. നമുക്കത് വാങ്ങാം. പക്ഷേ നമ്മളുടെ ഉദ്ദേശം കോസ്റ്റ് കുറവിൽ ക്ലാസ് വാങ്ങുക എന്നുള്ളതാണോ? അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം? അല്ല, നമ്മുടെ ഉദ്ദേശം എന്താണ്? കോൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടുന്ന, നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെ എക്സാം പാസ്സാവാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ മാറ്റിയെടുക്കുന്ന ഒരു റെക്കോർഡ് ക്ലാസ് എനിക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ കോസ്റ്റ് നോക്കിയിട്ട് കോംപ്രമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശം നടക്കില്ല. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൈസ വെറുതെ പോകും. രണ്ടാമത്തെ, അങ്ങനത്തെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ആവുന്നതാണ്. കാരണം അയാൾ എന്തോ പറയുന്നുണ്ട്, ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഉള്ള കോൺസെപ്റ്റോടെ പോകുന്ന തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കാരണം അങ്ങനത്തെ കുറേ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്ത് കുടുങ്ങിയ ആൾക്കാർ ലാസ്റ്റ് നമ്മളെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. 100-200 രൂപ കൂടുതലാണെങ്കിലും നല്ല ക്ലാസ്സുകൾ നോക്കി മാത്രം എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. കാരണം ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രൈസ് മാർക്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ ഒരു പ്രൈസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ അത്രയും എഫേർട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇനി ബാക്കി ഞാൻ ഈ ഒരു പ്രൈം ടൈം ബാച്ചിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നോക്കിക്കോ, പ്രൈം ടൈം ബാച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പാക്കി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത ആൾക്കാരെ. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ അതിൽ നിന്ന് എന്നോട് ചോദിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഓരോ ബാച്ചിനും നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഫിക്സ് ചെയ്ത് തരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നിങ്ങൾ ഇന്ന ദിവസത്തേക്ക് പഠിക്കണം. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിൽ അടുത്ത വീക്ക് ഈ ദിവസത്തേക്കാണ് നിങ്ങൾ തീർക്കേണ്ടത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. മെറ്റീരിയൽ കോസ്റ്റിൻ്റെ നിങ്ങൾക്ക് അനുവദിച്ച് തന്ന സമയം കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സമയം കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇനി എക്സാം കണ്ടക്ട് ചെയ്യുക മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, നമ്മളതിൻ്റെ സ്റ്റഡി പ്ലാനർ നിങ്ങൾക്ക് തരുന്നു, കണ്ടിന്യൂസ് മോഡൽ എക്സാം നമ്മൾ നടത്തുന്നു, അതിൻ്റെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നതും ആണ്. ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ ആപ്പ് തന്നെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അത് വാല്യൂ ചെയ്തിട്ട് എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ്. കഴിഞ്ഞോ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോഡൽ എക്സാം നടത്തുന്നതും എവിടെയാണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞു തരുന്നതും ആണ്. ഓക്കെ, അപ്പോൾ
അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് പ്രൈം 10 എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലേറ്റ് ആവാതെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഈ സ്റ്റഡി പ്ലാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എത്തുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുറച്ച് സ്പീഡിൽ പഠിക്കേണ്ടി വരും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവരെ കൂടെ എത്താൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്യുക. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഡിസംബറിൽ എക്സാം ഉണ്ട്. അപ്പം ഇവിടെ കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഞാനൊരു ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്, അങ്ങനെയാണ് അടുത്ത ഗ്രൂപ്പ് പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുമോ കിട്ടൂല എന്നുള്ളത് റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റിസൾട്ടിന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിസൾട്ടിന് അത്രയും സമയമുള്ളതുകൊണ്ട് പറയാണ്. കാരണം നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പാണ് പഠിച്ചത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഡിസംബറിൽ എഴുതാം. ഓക്കെ, അപ്പോൾ സാർ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബോത്ത് ചെയ്താൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. കാരണം അത്രയും സമയമുണ്ട്, 6 മാസത്തോളം നിങ്ങളെ കയ്യിലുണ്ട്, വെറുതെ വേസ്റ്റ് ആക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഒരു ഗ്രൂപ്പ് ചെയ്താനുള്ള സമയം ചിലപ്പം ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതാക്കുക. അപ്പോൾ ഇനി നമ്മളെ റെക്കോർഡ് ക്ലാസ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് വിശദീകരിക്കാൻ പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കംപ്ലീറ്റ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും എന്താണ് അതിലുള്ളത്, ഞാൻ കൊടുക്കുന്ന ക്യാഷിന് വെർത്തായിട്ടുള്ള സാധനം തിരിച്ച് കിട്ടുന്നുണ്ടോ, വാല്യൂ തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. എനിക്ക് തരാൻ പോകുന്ന നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് ഉറപ്പാണ് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ തിരിച്ച് കിട്ടും. അതുകൊണ്ടാണ് കഴിഞ്ഞ ടൈമിൽ, അതിൻ്റെ മുന്നത്തെ ടൈമിലൊക്കെ ഇഷ്ടം പോലെ കുട്ടികൾ നമ്മളെ ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. നമ്മളെ ക്ലാസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കുക. അഥവാ മുന്നുള്ള പർച്ചേസ് ചെയ്ത കുട്ടികളുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഫീഡ്ബാക്ക് എടുത്തിട്ട് മാത്രം നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യുക. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഒരു കുട്ടി പോലും നമ്മുടെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നതല്ല. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് കോൺഫിഡൻസ് നമുക്ക്. ഇനി ഏതൊരു ക്ലാസ് നിങ്ങൾ, നമ്മളതല്ല, ഏതൊരു ക്ലാസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോവാണ് അല്ലേ, മൊബൈൽ ഫോൺ വാങ്ങുന്ന നേരം നിങ്ങൾ എന്താ ചെയ്യുക, നേരെ പോയി ഒരു കടയിൽ പോയിട്ട് മൊബൈൽ ഫോൺ വാങ്ങുകയാണോ ചെയ്യുക? അല്ല, നിങ്ങൾ എന്ത് ചെയ്യും, അതിനെപ്പറ്റി ആദ്യം റിസർച്ച് നടത്തും. അഥവാ യൂട്യൂബ് നോക്കും, എങ്ങനെ ഉണ്ടായിരുന്നു അയാൾ ആ ഒരു ഫോണിനെ പറ്റിയുള്ള വാങ്ങിയ ആൾക്കാരുടെ റിവ്യൂ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നിങ്ങൾ അത്രത്തോളം ഒരു ഫോൺ വാങ്ങുമ്പോൾ വരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സമയം കളഞ്ഞേക്കാവുന്ന, നിങ്ങളുടെ പൈസ പോയേക്കാവുന്ന അല്ലേ, നിങ്ങളുടെ ഭാവി എന്താ പറയുക അത്രയും പ്രശ്നത്തിലേക്ക് പോയേക്കാവുന്ന ഒരു റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല കെയർഫുള്ളായിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും പോയി കുടുങ്ങാൻ നിൽക്കരുതെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ വാൺ ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ റെക്കോർഡ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബിലുള്ള മറ്റു വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാ ക്ലാസ്സും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ക്ലാസ്സാണോ നമ്മളത് എന്നുള്ളത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നോക്കുക. അവിടെ നമ്മൾ എന്തായാലും കോൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് തന്നിട്ട് വെറുതെ ഓരോ ഇക്വേഷൻസ് പറയാമെന്നുള്ളതല്ലാതെ ആ ഇക്വേഷൻസ് എങ്ങനെ വന്നു, എന്തിന് വന്നു എന്നുള്ളത് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അഥവാ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലെവലിലും കൂടെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതാണ്. എന്ന് വിചാരിച്ച് ഓവറായിട്ട് അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്തതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല. ആവശ്യമുള്ള പക്ക പെർഫെക്റ്റ് ആയിട്ട്. കാരണം എന്നെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സീമ റമീസ് കാരാട്ട്. ഇപ്പം ഞാൻ ഒരു 8 കൊല്ലമായിട്ട് ഈ ഒരു ടീച്ചിങ് ഫീൽഡിലുള്ള ആളാണ്. നിങ്ങളെപ്പോലെ എന്താ പറയുക, CMA പഠിച്ചിട്ട് CMA ക്വാളിഫൈ ചെയ്തിട്ടുള്ള, അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, കുറേ ചിലപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഇരിക്കും. അങ്ങനെ CMA ക്വാളിഫൈ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയുക, ഇവിടെ കോഴിക്കോട് ഇവിടെയൊക്കെ ഓഫീസുണ്ട്, ചെറിയ ചെറിയ ഓഫീസുകളുണ്ട് പല സ്ഥലത്തായിട്ട്. അപ്പം ഞാൻ പല സ്ഥാപനങ്ങളിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി എടുത്തത് പറയുകയാണെങ്കിൽ ICA മഞ്ചേരി എടുത്തിട്ടുണ്ട്, കാറ്റലിസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ പറയുക IIT എടുത്തുകൊണ്ടിരിക്കുന്നു, IIIൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സൈലത്തിൽ എടുക്കാൻ പോകുന്നുണ്ട്, ലക്ഷ്യയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ. എന്തോ സംഭവം എന്നുള്ളത് പറയല്ല, അങ്ങനത്തെ കുറേ ഫാക്കൽറ്റീസ് മാർക്കറ്റിലുണ്ട്. അപ്പം നമുക്കറിയാം എന്ത് പഠിപ്പിക്കണം. ഓക്കെ, ഏത് ആയിരിക്കും ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഏതാണ് അനാവശ്യമായിട്ടുള്ളത്, അങ്ങനെ അറിയുന്ന ഫാക്കൽറ്റി ആണ് ഞാനും. അതേപോലെ തന്നെ മറ്റുള്ള മാർക്കറ്റിലുള്ള ആൾക്കാരും. അങ്ങനത്തെ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ നിങ്ങൾക്ക് കോൺസെപ്റ്റിൽ ക്ലാരിറ്റി തരും, ഒന്നാമത്. രണ്ടാമത് നമ്മളിവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നതാണ്, മാക്സിമം ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ നമ്മൾ 100% ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ്റർമീഡിയറ്റിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്. ഫൈനൽ SPM BVയും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് ഇന്ന് പർച്ചേസ് ചെയ്യണം, ഇന്ന് മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങാം. ഒരിക്കലും ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ അപ്ലോഡ് ചെയ്യുന്നു, മറ്റന്നാൾ അപ്ലോഡ് ചെയ്ത് ഇത് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം ഇല്ല. കംപ്ലീറ്റ് അപ്ലോഡഡ് ആണ്. ഓക്കെ, ഇനി അടുത്തതൊരു കാര്യം ഞാൻ വരാൻ പോകുന്നത് പ്രൈസിലേക്കാണ്. ഏതൊരു കാര്യത്തിൻ്റെയും പ്രൈസ് നമ്മൾ പറഞ്ഞു, നമ്മൾ കൊടുക്കുന്ന വാല്യൂ അതിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മൾ കോംബോ ഓഫർ റേറ്റ് അഥവാ ഏർലി ബേർഡ് ഓഫർ റേറ്റിലാണ് നമ്മൾ ക്ലാസ് പോയി കൊടുക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ CMA റമീസ് ക്ലാസ്സസിൽ അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 3000 ആണ് അതിൻ്റെ റേറ്റ്. അതിൻ്റെ കൂടെ സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കും ഉണ്ട്.
ഓക്കെ, ആ ബുക്കിൽ ഇനി സ്ക്രീൻ എല്ലാ സബ്ജക്റ്റും ഞാൻ ബുക്കുള്ള സബ്ജക്റ്റൊക്കെ ഞാൻ പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ബുക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് നോട്ടാണ് ഓരോ ചാപ്റ്ററിൻ്റെയും. അതേപോലെ ഓരോ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ് അതിലുള്ളത്. അതേപോലെ എക്സ്ട്രാ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഈ ഒരു ബുക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഫിസിക്കലി ബുക്ക് നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് അയച്ചു തരും. കൊറിയർ ചാർജ്, ബുക്കിന് എക്സ്ട്രാ ചാർജ് കാര്യങ്ങളൊന്നുമില്ല. അതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് 3000 rupees വരുന്നത്. ഓക്കെ, അത് ക്ലാസ് എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതേപോലെ അടുത്തൊരു ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. 2000 ആണ് വരുന്നത്. അതിന് നമുക്ക് ബുക്ക് വരുന്നില്ല. സാറ് ക്ലാസ് ചെയ്യുന്നത് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെയാണ്. റായൽ സാറാണ് അത് എടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 5000 ആണ് ശരിക്കും നമ്മൾ ഈ 2 സബ്ജക്റ്റിന് വരിക. പക്ഷേ നമ്മളിപ്പോൾ കോംബോ ഓഫറായിട്ട് 3900 rupeesനാണ് ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, ഇത്രയും ബുക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇത്രയും എന്താ പറയുക വോളിയം വരുന്ന സബ്ജക്റ്റ് വെറും 3900. അഥവാ ആവറേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് 2000 രൂപ പോലും വരുന്നില്ല, ആവറേജ് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കല്ലേ, 3900 എന്ന് പറയുമ്പോൾ. ഇനി ഹവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉള്ളത് നിയർലി 70 to 80 അപ്രോക്സിമേറ്റ് ഹവേഴ്സാണ് വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഒരു 60-70 ഹവേഴ്സാണ് വരുന്നത്. നമ്മൾ കുറേ ഇവിടെ എടുക്കുക എന്നുള്ളതല്ല, ആവശ്യമായിട്ടുള്ളത് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അതും കാര്യം പറഞ്ഞു തരാം, നമ്മൾ 0 ബേസ് ലെവലിനാണ് ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ആ ഓഫ്ലൈൻ എന്താ പറയുക ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ആളല്ലേ, അവർക്കുള്ള ക്ലാസ് അല്ല, അങ്ങനെയല്ല. ഇനിയിപ്പോൾ ഒരു കുട്ടി CMA രജിസ്റ്റർ ചെയ്ത് നാളെ എൻ്റെ ക്ലാസ് കണ്ടു തുടങ്ങുകയാണെങ്കിൽ വരെ ഈ ക്ലാസ് മതി. ആ ഒരു ലെവലിൽ 0 ബേസ് ലെവലിൽ നിന്ന് തുടങ്ങി അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് പോയിട്ട് എന്തൊക്കെയാണോ പഠിക്കുക അതേ രീതിയിലാണ് ഇവിടെയും ക്ലാസ് എടുത്തിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു റെക്കോർഡ് ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ് പോകുമ്പോൾ നമുക്കൊരു ഹവേഴ്സിൻ്റെ റെസ്ട്രിക്ഷൻ കാര്യങ്ങളല്ലേ, ഇത്ര ദിവസം കൊണ്ട് ക്ലാസ് തീർക്കണം എന്നുള്ള, അല്ലെങ്കിൽ സിലബസ് തീരൂല എന്നുള്ള ഒരു സംഭവമൊക്കെ ഉള്ളതുണ്ടാകും. പക്ഷേ ഇവിടെ റെക്കോർഡ് ക്ലാസ് കൊണ്ട് അതില്ല. അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിറ്റി ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നതാണ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഉണ്ട്. ഓക്കെ, ഒരു സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. നിങ്ങൾക്കറിയാം ഏറ്റവും ടഫായിട്ട് ഇപ്പോൾ എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്നുള്ളത്. അതിന് 2700 ആണ്. അത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതിലും ബുക്ക് ഇൻക്ലൂഡഡ് ആണ്, നേരത്തെ പറഞ്ഞ സ്ക്രീനർ ഇൻക്ലൂഡ് ആണ്. 50 to 60 ഹവേഴ്സ് ആയിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്, അത് 2500 രൂപയാണ്. അത് ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതിലും ബുക്ക് ഇൻക്ലൂഡഡ് ആണ്. 50 to 60 ഹവേഴ്സ് ആയിരിക്കും അതുണ്ടാവുക. അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്, അത് 500 രൂപയാണ്. നൗറിൻ മിസ്സാണ് അത് എടുക്കുന്നത്. അതിലും ബുക്ക് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, 7 to 10 ഹവേഴ്സ്, ചെറിയൊരു 20 മാർക്കിൻ്റെ പോർഷനാണ്, അതും അതിൽ ഇൻക്ലൂഡാണ്. അതൊക്കെ ആ നോട്ട് ഉണ്ടെങ്കിൽ അത് മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, ആ നോട്ട് ഉണ്ടെങ്കിൽ അത് മതി, ആ ക്ലാസ് ഉണ്ടെങ്കിൽ അത് മതി. ആ 20 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ ശരിക്കും 5700 രൂപയാണ് നമ്മളെ കോസ്റ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ എയർലി ബേർഡ് ഓഫറായിട്ട് നിങ്ങൾക്ക് 4700 രൂപയ്ക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റേറ്റ് നിങ്ങളൊന്ന് നോക്കുക, 2350 രൂപയാണ് ആവറേജ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ അപ്പം ഇതിനെക്കാട്ടി ഒരു 200 രൂപ കുറവോ കൂടുതലോ ഒക്കെ ഉള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവേക്കാം. ആ ഒരു 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫറും കൂടെ തരികയാണ്. നമ്മൾ എല്ലാ കൊല്ലവും ഉണ്ടാവുന്ന എന്താ പറയുക കുറേ ആൾക്കാർ ബെനിഫിറ്റ് എടുക്കുന്ന ഒരു സംഭവമാണ് പർച്ചേസ് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഥവാ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ റേറ്റിൽ വീണ്ടും ഡിസ്കൗണ്ട്, ഓൾറെഡി ഇവിടെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് അല്ലേ, അതിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുന്നതാണ്. അഥവാ നിങ്ങളിപ്പോൾ 3 ആൾ മുതൽ അല്ലെ 5 ആൾക്കാർ വരെ പർച്ചേസ് ചെയ്യണമെങ്കിൽ 5% എക്സ്ട്രാ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അതേപോലെ 6 മുതൽ 10 ആൾക്കാർ വരെ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അഥവാ ഇവിടെ 4700 രൂപ അല്ലേ വരുന്നത്, 4700 രൂപ അല്ലേ. ഓക്കെ, നിങ്ങളിപ്പോൾ 6 ആൾക്കാർ ഒരുമിച്ച് വാങ്ങുകയാണ്, പർച്ചേസ് ചെയ്യുന്ന 6 ആൾക്കാർക്കും ഇതിൻ്റെ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അഥവാ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 470 രൂപ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. എക്സ്ട്രാ ഈ 4700 വീണ്ടും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കോംബോ ഓഫർ ഉണ്ട് ഓൾറെഡി, അതൊന്നും വീണ്ടും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഒരാൾക്കല്ല 6 ആൾക്കും, 10 ആളുടെ 10 ആൾക്കും അതൊന്നും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അഥവാ 10 കൂടുതൽ ആൾക്കാർ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എത്രയോ ആൾക്കാർ 10 കൂടുതൽ ആൾക്കാർ ഒരുമിച്ചാണ് നമ്മൾ പർച്ചേസ്, ഒരു ബാച്ച് ഒന്നായിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനെയാണ് 15% ഓരോരുത്തർക്കും നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഈ കോംബോ ഓഫറിൻ്റെ പുറമെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇതൊക്കെ ഇപ്പോൾ ഏർലി ബേർഡ് ഓഫറായിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ റേറ്റിൻ്റെ ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കൊരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി മെസ്സേജ് അയക്കാം. വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഓക്കെ, ഇനി വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടേക്ക് വരാം. നമ്മൾ മാർക്കറ്റിൽ നമ്മളാണിത് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വേറെ ഫാക്കൽറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അഥവാ 3 മന്ത് വാലിഡിറ്റിയും 6 മന്ത് വാലിഡിറ്റിയും കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. അഥവാ ചില ആൾക്കാർക്ക് വേണ്ടത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അവർ എന്താ പറയുക പതുക്കെ അവർ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട്, പതുക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അവർക്ക് കുറച്ച് ഡ്യൂറേഷൻ കൂടുതൽ വേണം, പെട്ടെന്നൊന്നും അവർക്ക് പഠിച്ച് തീർക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് 6 മന്ത് വാലിഡിറ്റി നമ്മൾ കൊടുക്കുന്നത്. 2 ടൈം വ്യൂ ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് 2 തവണ ക്ലാസ് കാണാം. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം.
ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റിയ ആൾക്കാരാണ് 3 മാസം വാലിഡിറ്റി. അത് മതി ശരിക്കും. നമ്മൾ പറഞ്ഞു ഒരു സബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ളടാ, 70-80 മണിക്കൂറേ ഉള്ളൂ. 70-80 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വേണം, എത്ര ദിവസം വേണം ഇത് കണ്ടു തീർക്കാൻ. കറക്റ്റ് ഇതിന് ഇരിക്കുകയാണ്, ഇതിന് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, പാസ്സാകാൻ വേണ്ടി ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം ഇരിക്കണം എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തായാലും 3 മാസമാണ്. 3 മാസം അൺലിമിറ്റഡ് വ്യൂസ് ആയിരിക്കും. അൺലിമിറ്റഡ് വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, വീഡിയോ കാണാം. എന്താണ് സാർ 2 ടൈം വ്യൂ? എടാ 2 ടൈം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം 10 മിനിറ്റുള്ള ഒരു വീഡിയോ, 10 മിനിറ്റ് നമ്മൾ അത് ശ്രദ്ധിക്കാൻ, നമ്മൾ വീഡിയോ പാർട്ടാക്കിയാണ് അപ്ലോഡ് ചെയ്ത്. വലിയ ലെങ്ത്തുള്ള വീഡിയോ അല്ല, ലെങ്തി വീഡിയോസിന് പകരം നിങ്ങൾക്ക് കാണാൻ സുഖത്തിന് വേണ്ടി ചെറിയ ചെറിയ വീഡിയോസ് കട്ട് ചെയ്തിട്ടാണ് ആക്കി. അപ്പോൾ 10 മിനിറ്റുള്ളൊരു വീഡിയോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ 2 ടൈം അഥവാ ഇതിൻ്റെ 10ൻ്റെ 2 10 × 2 20 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തു സമയം അലോട്ട് ചെയ്ത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഈ 10 മിനിറ്റുള്ള വീഡിയോ 10 മിനിറ്റ് അങ്ങോട്ട് കണ്ടു, ഫുള്ള് കണ്ടു, ഒറ്റയടിക്ക് കണ്ടു. അങ്ങനെയാണ് ഒരു 10 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് കാണാൻ അവിടെ ബാക്കിയുണ്ടാവും, അഥവാ 2 തവണ കാണാൻ പറ്റും. ഇനി അതല്ല, ഇങ്ങനല്ല, ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. 10 മിനിറ്റുള്ള ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു 2 മിനിറ്റ് കണ്ടു, 2 മിനിറ്റ് കണ്ടു. ഓക്കെ, അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എത്ര ടൈം അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്? 20 മിനിറ്റ് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റാണ് നിങ്ങൾ ക്ലാസ് കണ്ടത്, എന്നിട്ട് ബാക്ക് അടിച്ച് പോയി, എന്തോ ആവശ്യം വന്നപ്പോൾ ബാക്ക് അടിച്ച് പോയി. അങ്ങനെയാണ് നിങ്ങളിൽ 18 മിനിറ്റ് കൂടെ ക്ലാസ് കാണാൻ ബാക്കിയുണ്ടാവും. നിങ്ങൾ വീണ്ടും വന്നു അതേ 2 മിനിറ്റ് തന്നെ എഗെയിൻ കണ്ടു, എന്നിട്ട് ബാക്ക് അടിച്ച് പോയി പിന്നെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 16 മിനിറ്റ് ബാക്കിയുണ്ടാവും. മനസ്സിലായോ? അടുത്ത് നിങ്ങൾ വീണ്ടും വന്ന് 10 മിനിറ്റ് അങ്ങോട്ട് കണ്ടു, എന്ത് ചെയ്തു, 10 മിനിറ്റ് ഫുൾ അങ്ങോട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ 16 - 10 ബാക്കി നിങ്ങളുടെ കയ്യിൽ 6 മിനിറ്റ് ബാക്കിയുണ്ടാവും. അപ്പോൾ വീഡിയോ എത്ര തവണ ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു, അതിലല്ല ലിമിറ്റേഷൻ ഉള്ളത്. ഓക്കെ, വീഡിയോൻ്റെ ഹവേഴ്സിലാണ്. 10 മിനിറ്റാണ് അതിൻ്റെ നേരെ സമയം. ഇപ്പോൾ 1 മണിക്കൂറുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് 2 മണിക്കൂർ സമയം അലോട്ട് ചെയ്ത് കിട്ടും. അത് ഇങ്ങനെ നിങ്ങൾ കാണുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വീഡിയോ നിങ്ങൾക്ക് 2 തവണ പൂർണ്ണമായിട്ടും കാണാനുള്ള ഹവേഴ്സ് അതിലുണ്ടാവും. ശരിക്കും അത് വേണ്ട, ഒരു തവണ തന്നെ കണ്ടാൽ അത് മതി, നിങ്ങൾക്ക് അത്രയും മതി. ഓക്കെ, പിന്നെ എന്തെങ്കിലും റിവിഷൻ ആവശ്യമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണോ എടുത്ത് നോക്കാനാണ് ഒരു ടൈമും കൂടെ എന്ത് ചെയ്തത്, എക്സ്ട്രാ തന്നിട്ടുള്ളത്. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്തും നോക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ പൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഹവേഴ്സ് കൂട്ടൂല. അപ്പോൾ നിങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് പോയി, അങ്ങനെയാണ് നിങ്ങൾ ഹവേഴ്സ് കുറയൊന്നുമില്ല, അവിടെ തന്നെ ബ്ലോക്കായി കിടക്കും. വീഡിയോൻ്റെ പ്ലേ ടൈം മാത്രമാണ് കൂട്ടുന്നത്. ഇനി ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ 2 പ്ലാനിൽ ഏതാണെങ്കിലും സെയിം റേറ്റ് ആണ്. നേരത്തെ പറഞ്ഞപ്പോൾ 4700 എന്ന് പറഞ്ഞില്ല, ഇവിടെ ഈ 4700 തന്നെയാണ് 2 സ്ഥലത്താണെങ്കിലും വരിക. പ്രൈസിലൊന്നും ഡിഫറൻസ് ഇല്ല. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് 3 മന്ത് വിത്ത് അൺലിമിറ്റഡ് വ്യൂസോ അല്ലെങ്കിൽ 6 മന്ത് വിത്ത് 2 ടൈം വ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇനി എക്സ്റ്റൻഷൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അഥവാ നിങ്ങളിപ്പോൾ എന്ത് ചെയ്തു, 3 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞിട്ടപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യണം, ക്ലാസ് കാണണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 1 മാസം കൂടെ അല്ലെങ്കിൽ 2 മാസം കൂടെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അവിടെ എക്സ്ട്രാ ചാർജ് വരും. അഥവാ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് 699 രൂപ അഥവാ 700 രൂപ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് 1 മാസം കൂടെ എക്സ്ട്രാ കാണണം തോന്നുകയാണ്, അന്നേരം ചെയ്താൽ മതി. 3 മാസം കഴിഞ്ഞിട്ട് തോന്നുകയാണ് 700 രൂപയും കൂടി നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1 മാസം കൂടെ ക്ലാസ് അൺലോക്ക് ആയിട്ട് കിട്ടും. പിന്നെ അല്ല, നിങ്ങൾക്ക് 2 മാസത്തേക്കാണ് വേണ്ടത്, അപ്പോൾ 1400 രൂപ എക്സാമ്പിൾ റേറ്റ് ആ സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി, വാട്സപ്പ് ചോദിച്ചാൽ മതി. 1400 രൂപ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 2 മാസത്തേക്കും കൂടി നിങ്ങൾക്ക് കിട്ടും, ഒരു പ്രശ്നമില്ല. ഇനി 6 മന്തിൻ്റെ ഈ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 6 മാസം കഴിഞ്ഞു, ഇപ്പോൾ ഡിസംബർ എക്സാം എത്തി, നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്തു, ഡിസംബർ എക്സാം എത്തി, നിങ്ങൾക്ക് ക്ലാസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ 250 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡേറ്റ് മാത്രം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. നമ്പർ ഓഫ് വ്യൂ അല്ല, ഡേറ്റ് മാത്രം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നതാണ്. എക്സ്റ്റൻഷനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് എവിടെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലാണ്. നിങ്ങൾ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ മറ്റ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലായി. അതൊന്നും ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആപ്പിനെ പറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആപ്പ് നമുക്ക് ആൻഡ്രോയിഡിൽ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ലാപ്ടോപ്പിൽ അവൈലബിൾ ആണ്, iOSൽ അവൈലബിൾ ആണ്, ടാബിൽ ഐപാഡിലോ മറ്റുള്ള ടാബുകളിലോ ഒക്കെ എല്ലാത്തിലും അവൈലബിൾ ആണ്, എല്ലാ ഡിവൈസിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എന്താ പറയുക ഡെമോ ക്ലാസ്സാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഫോൾഡറുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും അവിടെ ഉണ്ടാവും. എല്ലാം കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിൽ ഫ്രീ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഒരു മണിക്കൂറിൻ്റെ ക്ലാസ്സോ അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ സ്പോട്ടിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ നമുക്ക് ഡിവൈസ്, ഇപ്പോൾ നമുക്ക് എത്ര ഡിവൈസ് ചൂസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്തു, മൊബൈലിലാണ് ക്ലാസ് പർച്ചേസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ അൺലിമിറ്റഡ് വ്യൂസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത്, ഈ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഈ ഒരു അൺലിമിറ്റഡ് വ്യൂസിൻ്റെ ഈ പ്ലാനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സിംഗിൾ ഡിവൈസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, ഒരു ഡിവൈസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അഥവാ ഈ ഒരു മൊബൈൽ ഫോണിലാണ് നിങ്ങൾ ക്ലാസ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മൊബൈൽ ഫോണിൽ മാത്രമായിരിക്കും ക്ലാസ് കാണാൻ വേണ്ടി പറ്റുക. വേറൊരു മൊബൈൽ ഫോണിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കിട്ടും. നമ്മൾ ആപ്പിൽ അങ്ങനെയാണ് ഫീച്ചർ ഉള്ളത്. അപ്പോൾ വേറൊരു മൊബൈൽ ഫോണിൽ നിങ്ങൾ ഓപ്പൺ ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പം ഈ മൊബൈൽ കണ്ടു, പക്ഷേ സിമ്മൊക്കെ എടുത്ത് വേറെ ഫോണിലേക്ക് ഇട്ട് അവിടെ കാണാൻ പറ്റില്ല. ഏതിലാണോ പർച്ചേസ് ചെയ്ത് ആ മൊബൈലിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഏത് ലാപ്ടോപ്പിലാണോ പർച്ചേസ് ചെയ്ത് ആ ലാപ്ടോപ്പിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്, ഏത് 6 മന്ത് വിത്ത് 2 ടൈം വ്യൂ.
എന്നുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ഡിവൈസ് വേണമെങ്കിലും മാറി യൂസ് ചെയ്യാം. ആദ്യം ഈ ഫോണിൽ കണ്ടു, പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ച് ലാപ്ടോപ്പിലേക്ക് വേണമെന്ന് പറഞ്ഞു, ലാപ്ടോപ്പിലേക്ക് ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിൽ നിന്ന് വീണ്ടും ഫോണിലേക്ക് ആക്കണം, അങ്ങനെ ആക്കാം. പിന്നെ ഈ ഫോണല്ല വേറെ ഫോണിലേക്ക് ആക്കണം, എങ്ങനെ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഒന്നാമത്തെ ഈ ഓപ്ഷൻ പ്രകാരമാണെങ്കിൽ ഒറ്റ ഡിവൈസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പം എന്ത് ചെയ്യാം, കറക്റ്റ് അന്വേഷിച്ചിട്ട് നമ്മളെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഡെമോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് നിങ്ങൾ നോക്കുക. ഒന്ന്, ഈ എർലി ബേർഡ് ഓഫർ എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. ഇപ്പോഴേ ഈ ഓഫറിൽ കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്തു, ഇത് പർച്ചേസ് ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും. പക്ഷേ സാറേ എല്ലാം കൂടെ എനിക്കിപ്പോൾ പഠിച്ച് തുടങ്ങാൻ കഴിയില്ല, സമയമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 3900 കൊടുത്തിട്ട് എന്ത് ചെയ്യാം, രണ്ടും കൂടെ പർച്ചേസ് ചെയ്യാം. എന്നിട്ട് പറയാം, ഈ ഒന്ന് മാത്രം ആക്ടിവേഷൻ ചെയ്താൽ മതി, കോസ്റ്റ് അക്കൗണ്ടിങ് മാത്രം ആക്ടിവേഷൻ ചെയ്താൽ മതി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തോളാം. എന്നാണോ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുന്നത് അന്ന് മുതൽ 3 മന്ത് ആയിരിക്കും വാലിഡിറ്റി. ഇന്ന് പർച്ചേസ് ചെയ്തു, ഇന്ന് മുതൽ വാലിഡിറ്റി സ്റ്റാർട്ട് ആവില്ല. ഇന്ന് 3900 നിങ്ങൾ എനിക്ക് അയച്ചു തന്നു, പർച്ചേസ് ചെയ്യാൻ വേണ്ടി അയച്ചു തന്നു. ഇന്ന് മുതൽ വാലിഡിറ്റി ആവില്ല. നിങ്ങൾ പറഞ്ഞു സാറേ കോസ്റ്റ് അക്കൗണ്ടിങ് ഇതാ ഇന്ന് ആക്ടിവേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ ആക്ടിവേഷൻ ചെയ്തു. അപ്പോൾ ഇന്ന് മുതൽ 3 മാസം വരേക്കും ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വാലിഡിറ്റി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു 2 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാണ്, സാറേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ആക്ടിവേഷൻ ചെയ്തോളി. അങ്ങനെയാണെങ്കിൽ അന്നില്ല, എന്നാണോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് അന്ന് മുതൽ 3 മന്ത് ആയിരിക്കും അതിൻ്റെ വാലിഡിറ്റി, അല്ലെങ്കിൽ 3 മന്ത് അല്ലെങ്കിൽ 6 മന്ത് അതായിരിക്കും അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഓഫർ കിട്ടണം എന്നുള്ള ആൾക്കാർക്ക് ഇപ്പം എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്തിടാം. എന്നിട്ട് ഏതെങ്കിലും ഒന്ന് വേണേൽ ഒന്ന് ആക്ടിവേഷൻ ചെയ്യാം. ഇതാണെങ്കിലും സെക്കൻഡ് ഗ്രൂപ്പിലാണെങ്കിലും ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ഒന്ന് ആക്ടിവേഷൻ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാൻ പറ്റുന്നതാണ്. എന്തായാലും സമയം വേസ്റ്റ് ആക്കാതിരിക്കുക, പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുക. എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് അതേപോലെ നിങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിലേക്കും നിങ്ങൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റി എത്തിക്കുക. മാക്സിമം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ ഓഫർ കൂടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.